ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ കടകളിലൊക്കെ ആളുകൾ സാധനങ്ങൾ വിൽക്കാൻ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തില് വിൽക്കാനായി സാധനങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനെയാണ് കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. ഒരു ഗുഡ്സിന്റെ ഓണർ ആ സാധനങ്ങൾ വിൽക്കാനായി മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇത്തരത്തില് കൺസൈൻമെന്റില് പൊസഷൻ മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതായത് കൈവശം വയ്ക്കാനുള്ള അവകാശം മാത്രമാണ് കൺസൈൻമെന്റില് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഓണർഷിപ്പ് എന്നത് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ആരാണോ സാധനങ്ങൾ വിൽക്കാനായി മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്, അതായത് ആ ഗുഡ്സിന്റെ ഓണർ ആരാണോ ആ വ്യക്തിയെ കൺസൈനർ എന്നും, സാധനങ്ങൾ വിൽക്കാനായി കൈവശം വയ്ക്കുന്ന വ്യക്തിയെ കൺസൈനി എന്നും പറയുന്നു. അതായത് ആരാണ് ഗുഡ്സിന്റെ ഓണർ, അയാളാണ് വിൽക്കാനായി സാധനങ്ങൾ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുന്നത്. അയാളാണ് ആ ഗുഡ്സിന്റെ ഓണർ. അയാൾ അവിടെ പൊസഷൻ മാത്രമാണ് കൈമാറ്റം ചെയ്യുന്നത്. ആ വ്യക്തിയെ കൺസൈനർ എന്ന് പറയുന്നു. അദ്ദേഹം പ്രിൻസിപ്പലും അതേസമയം വിൽക്കാനായി കൈവശം വാങ്ങുന്ന വ്യക്തി എന്നത്, കൺസൈനി എന്നത് ഏജന്റുമാണ്. അതായത് ആ ഗുഡ്സിന്റെ ഓണറായ കൺസൈനറുടെ ഏജന്റ് ആയാണ് കൺസൈനി എന്ന സാധനങ്ങൾ കൈവശം വയ്ക്കുന്ന വ്യക്തി പ്രവർത്തിക്കുന്നത്. കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നത് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് ആണ്. കൺസൈനർ എന്നത് ഗുഡ്സിന്റെ ഓണറും കൺസൈനി എന്നത് ഗുഡ്സ് വിൽക്കാനായി കൈവശം വയ്ക്കുന്ന വ്യക്തിയുമാണ്. ഇവിടെ പൊസിഷൻ മാത്രമേ കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ, ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ഈ ഗുഡ്സിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കൺസൈനർക്ക് തന്നെയാണ്. അതായത് കൺസൈനർ ആണ് ഓണർ. ടൈറ്റിൽ എന്നത്, ഉടമസ്ഥാവകാശം എന്നത് കൺസൈനർക്ക് തന്നെയാണ്. കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നത് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് ആണ്. ഇങ്ങനെ കൺസൈനർ വിൽക്കാനായി സാധനങ്ങൾ കൺസൈനി ഏൽപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ എന്തുമാത്രം സാധനങ്ങളാണ് വിൽക്കാൻ ഏൽപ്പിച്ചത്, അതിന്റെ ക്വാണ്ടിറ്റി എന്താണ്, പ്രൈസ് എന്താണ് മുതലായ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് കൂടി കൺസൈനിയെ ഏൽപ്പിക്കുന്നു. ഈ ഡോക്യുമെന്റിനെയാണ് പെർഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, കൺസൈനർ കൺസൈനിക്ക് നൽകുന്നതാണ് പെർഫോമ ഇൻവോയ്സ്. അതായത് പ്രിൻസിപ്പൽ ഏജന്റിന് നൽകുന്നത്, കൺസൈനർ കൺസൈനിക്ക് നൽകുന്നത്, ഓണർ ഏജന്റിന് നൽകുന്നത്, അതാണ് പെർഫോമ ഇൻവോയ്സ്. അതേസമയം കൺസൈനി കൺസൈനർക്ക് നൽകുന്നതാണ് അക്കൗണ്ട് സെയിൽസ്. അതായത് എന്തുമാത്രം സാധനങ്ങളാണ് വിറ്റത് മുതലായ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഡോക്യുമെന്റ് ഏജന്റ് പ്രിൻസിപ്പൽ, അതായത് കൺസൈനി കൺസൈനർക്ക് നൽകുന്നതാണ് അക്കൗണ്ട് സെയിൽ. ഇവിടെ ഈ കൺസൈൻമെന്റിലെ ഗുഡ്സിന്റെ ഓണർ എന്നത് കൺസൈനർ ആണ്. ഇവിടെ കൺസൈൻമെന്റിന് വരുന്ന എക്സ്പെൻസുകള്, കൺസൈൻമെന്റ് എക്സ്പെൻസ് എന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ കൺസൈൻമെന്റ് എക്സ്പെൻസ് എന്നത് ഓണർ എല്ലായ്പ്പോഴും കൺസൈനർ ആയതുകൊണ്ട് കൺസൈനറുടെ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതായത് കൺസൈനർക്ക് വേണ്ടിയാണ് കൺസൈൻ സാധനങ്ങൾ വിൽക്കുന്നത്. ഓണർ കൺസൈനർ ആയതുകൊണ്ട് കൺസൈൻമെന്റ് എക്സ്പെൻസ് എന്നത് എല്ലായ്പ്പോഴും കൺസൈനറുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യണം. അക്കൗണ്ട് സെയിൽ എന്നത് കൺസൈനി കൺസൈനർക്ക് നൽകുന്നതാണ്. ഇങ്ങനെ കൺസൈനർ കൺസൈനിയെ ഗുഡ്സ് വിൽക്കാനായി ഏൽപ്പിക്കുമ്പോൾ, അതായത് കൺസൈൻമെന്റ് നടത്തുമ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഈ കൺസൈൻമെന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ്. അതായത് കൺസൈൻമെന്റ് എന്നത് സെയിൽസിന് മുമ്പ് നടക്കുന്നതാണ്. സെയിൽസിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത്. അതായത് പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത്. കൺസൈൻമെന്റ് എന്നത് സെയിൽസിന് മുമ്പ് നടക്കുന്നതായതുകൊണ്ട് ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ കാണിക്കണം. കൺസൈൻമെന്റ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്ലസ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ്. അതായത് എന്താണോ കൺസൈൻമെന്റ് സ്റ്റോക്കിന്റെ വാല്യൂ പ്ലസ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നതാണ്
കൺസൈൻമെന്റ് സ്റ്റോക്ക്. അതായത് കൺസൈനർ കൺസൈനിയെ സാധനങ്ങൾ വിൽക്കാനായി ഏൽപ്പിക്കുമ്പോൾ ആ വരുന്ന എക്സ്പെൻസ് അത് ഒറ്റത്തവണ മാത്രം വരുന്നതാണ്, അത് കൂടെ കൂടെ വരുന്നതല്ല, നോൺ റെക്കറിംഗ് ആണ്. ഇത്തരത്തിലുള്ള ഈ നോൺ റെക്കറിംഗ്, അതായത് ഈ സാധനങ്ങൾ കൺസൈനി ഏൽപ്പിക്കുന്ന ആ ഒറ്റത്തവണ മാത്രം വരുന്ന എക്സ്പെൻസ്, നോൺ റെക്കറിംഗ് എക്സ്പെൻസും കൂടി ഉൾപ്പെട്ടതാണ് കൺസൈൻമെന്റ് സ്റ്റോക്ക്. അതായത് കൺസൈനറുടെ അടുത്ത് നിന്നും കൺസൈനിയുടെ അടുത്തേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വരുന്ന എക്സ്പെൻസ് ആണ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ്. ഇത് ആ കൺസൈൻമെന്റിൽ ഒറ്റത്തവണ മാത്രം വരുന്ന എക്സ്പെൻസ് ആണ്. ഇങ്ങനെ കൺസൈനർ കൺസൈനിയെ സാധനങ്ങൾ വിൽക്കാനായി ഏൽപ്പിക്കുമ്പോൾ അവിടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൺസൈനർ കൺസൈനിക്ക് ഒരു അഡീഷണൽ കമ്മീഷൻ നൽകുന്നുണ്ട്. ഇതിനെയാണ് ഡെൽ ക്രെഡയർ കമ്മീഷൻ അഥവാ ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൺസൈനിയാണ് സാധനങ്ങൾ വിൽക്കുന്നത്, ക്രെഡിറ്റ് സെയിൽസ് നടത്താനാണ് കൺസൈനിയോട് പറയുന്നത്. ഇവിടെ ഈ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ അവിടെ കൺസൈനിക്ക് ഒരു നഷ്ട സാധ്യതയുണ്ട്, അതായത് ബാഡ് ഡെപ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ബാഡ് ഡെപ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയാണ് കൺസൈനർ കൺസൈനിക്ക് ഡെൽ ക്രെഡയർ കമ്മീഷൻ അഥവാ ഓവർ റൈഡിംഗ് കമ്മീഷൻ നൽകുന്നത്. ഈ ഡെൽ ക്രെഡയർ കമ്മീഷൻ അഥവാ ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്നത് ടോട്ടൽ സെയിൽസിനാണ് നൽകുന്നത്. അതായത് മൊത്തത്തിൽ എന്തുമാത്രം സെയിൽസ് ആണോ നടത്തിയത് അതിനാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ അഥവാ ഡെൽ ക്രെഡയർ കമ്മീഷൻ നൽകുന്നത്. ക്രെഡിറ്റ് സെയിൽസ് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഡെൽ ക്രെഡയർ കമ്മീഷൻ നൽകുന്നതെങ്കിലും ക്രെഡിറ്റ് സെയിൽസിന് മാത്രമല്ല മൊത്തത്തിലുള്ള സെയിൽസിന് ഡെൽ ക്രെഡയർ കമ്മീഷൻ നൽകുന്നുണ്ട്. ബാഡ് ഡെപ്റ്റ് കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഡെൽ ക്രെഡയർ കമ്മീഷനിലുള്ളത്. കൺസൈനറും കൺസൈനിയും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. കൺസൈനർ പറയുകയാണ് ക്രെഡിറ്റ് സെയിൽസിന് മാത്രമേ ഞാൻ ഡെൽ ക്രെഡയർ കമ്മീഷൻ തരുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസിന് മാത്രമേ നൽകുകയുള്ളൂ. ഇത്തരത്തിലൊരു എഗ്രിമെന്റ് അവിടെ ഇല്ലാത്ത പക്ഷം ടോട്ടൽ സെയിൽസിന് കൺസൈനർ കൺസൈനിക്ക് ഡെൽ ക്രെഡയർ കമ്മീഷൻ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയാൽ നൽകേണ്ടതാണ്. ബാഡ് ഡെപ്റ്റിനെതിരെയുള്ള ഒരു ഗ്യാരണ്ടിയാണ് കൺസൈനർ കൺസൈനിക്ക് നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ് ഡെൽ ക്രെഡയർ കമ്മീഷൻ. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.